റെഡ്മി അത് 2 മണിയല്ലോ രാത്രി 11 മണി പണ്ടാറ് TTR കാത്തിടുക 10 മണി കഴിക്കാവുന്ന ഫുഡ് 11:45 കൺഫേം ടിക്കറ്റ് TT വന്നില്ല ബാക്കി എല്ലാവർക്കും TT കൊടുത്ത് ഇത് അർഷാദിന്റെ ഒക്കെ ഫുഡ് അർഷാദിന്റെ ഉമ്മക്ക് എല്ലാവരും താങ്ക്സ് പറഞ്ഞത് അർഷാദിന്റെ ഉമ്മ താങ്ക് യു ഗുഡ് മോർണിംഗ് സമയം 6:30 മണി രാത്രി 1 മണിക്കൊക്കെ ഉറങ്ങിയതോ 6:30 മണിയാകുമ്പോൾ ഉറക്കം പോയി എല്ലാവരും കിടന്നുറങ്ങുന്നു ഇത് ഉറക്കം പോയി ഇനി എണീച്ച് നിസ്കരിക്കണം സമയം ട്രെയിന് 2 മണിക്കൂർ വൈകി ഇവിടുന്ന് കങ്കവാലി എത്തിയതേ ഉള്ളൂ ട്രെയിന് വീണ്ടും വേറെ എവിടെയോ പിടിച്ചിട്ട് ഓൾറെഡി 2 മണിക്കൂറിലധികം ലേറ്റായി ഇപ്പോൾ 7 മണി മംഗള ലക്ഷദ്വീപ് എത്ര സ്റ്റോപ്പാണെന്നറിയോ രാവിലെ 6 മണിക്ക് 2 മണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു ഒരു 3/4 മണിക്കൂറിൽ മാത്രം അയച്ചു കഴിഞ്ഞ് ചൂട്ടി പിടിക്കുന്നുണ്ട് ഒരു 10 മണി മുഖത്തേക്ക് തന്നെ സൂര്യൻ അടിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള പല ട്രെയിൻ വെച്ച് നോക്കുമ്പോഴും ഇതിൻ്റെ സ്ലീപ്പർ കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു ആൾക്കാർ കയറുന്നുണ്ട് വെയിറ്റ് ലിസ്റ്റിൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് TTR കയറുന്ന ആൾക്കാരുടെ 200 വാങ്ങുന്നുണ്ട് ഫ്രീയുള്ള സ്ഥലത്ത് ഇരുന്നോന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ സീറ്റ് ചോദിച്ചു വാങ്ങാം ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ പിടിച്ച് ഞങ്ങളെ സീറ്റ് എന്ന് പറഞ്ഞാൽ എണീപ്പിച്ച് അവരപ്പുറം പോയിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാം അതല്ലാതെ ഫുൾ കറക്റ്റ് സീറ്റിന് ആൾക്കാരൊന്നുമല്ല ഇഷ്ടംപോലെ ആൾക്കാർ കൂടുതലുള്ള വെയിറ്റ് ലിസ്റ്റിലുള്ള TTR അവരിൽ നിന്ന് പൈസയും വാങ്ങുന്നുണ്ട് എന്നിട്ട് അവരെ സ്ലീപ്പറത്തിന് എത്തിക്കുന്നുണ്ട് ഒരു പേടിയുണ്ടായിരുന്നു മറ്റുള്ള ആൾക്കാരെ മറ്റേ കണ്ടിട്ട് സ്ലീപ്പർ എടുക്കണ്ട AC മാത്രം എടുത്താൽ മതി എന്നൊക്കെയായിരുന്നു പിന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇപ്പോൾ 6 വർഷം എത്തിയതേ ഉള്ളൂ ഇനിയുണ്ട് നാളെ ഈ ഒരു സമയം വരെ ആ സമയം വരെ ആകുമ്പോഴേക്ക് ഇനി എന്താണെന്ന് കണ്ടറിയണം ഇനിയും ഒരു 24 മണിക്കൂർ സെയിം ട്രെയിനിലെ നാസ്ത പൊറോട്ടയും പോത്തും എല്ലാം ചായ നമ്മളെ സ്വന്തം സീറ്റാണ് ഫുൾ ആൾക്കാർ സ്ലീപ്പറാണ് സ്ലീപ്പർ എന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് അറിയിക്കുന്നു ഫുഡ് കഴിക്കാൻ ജതിർ മെല്ലെ കയറ്റടാ നിർബന്ധം എന്ത് ഇറങ്ങണില്ലേ ഇത് കൊണ്ടുവന്ന ജദീറിനും ഉമ്മാക്കും വലിയ താങ്ക്സ് എൻ്റെ അമ്മായി തന്നെ അമ്മായി താങ്ക് യു ആശാനോ ഒന്നും ഭവിഷ്യം അറിയാതെ കേറ്റു കുറച്ച് ഗ്യാപ്പ് ബാക്കിയുണ്ട് വർഷ എറണാകുളത്തുനിന്ന് പനവിലെത്തിയപ്പോൾ അവസ്ഥ അതാരോ ക്ലീൻ ആയിക്കൊണ്ട് വരുന്നത് അടിപൊളി അടിയിൽ ചെരുപ്പല്ലേ ആയിക്കോട്ടാ അവന് പണിയെടുത്ത് പൈസ ആക്കുന്നതാണ് അത് മാന്യമായ എന്ത് ജദീർ തണുത്തുള്ള തല്ലാക്കി ഇത് കൊടുക്കുന്നത് അതാ തണുത്തുള്ളതിന് തല്ലാണ് നിനക്ക് തല്ല് കിട്ടിയാ അടുത്ത തീറ്റ സമയം 1 മണിക്ക് കാണുന്നില്ല ബ്രെഡ് ജദീർ ബ്രെഡ് സ്വന്തമാക്കിന് ജാമ് പിന്നെ കുറെ സ്നാക്സ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഇതാ ജദീർ കവർ നിറച്ച് സാധനം കൊടുത്തേ ജദീർ അല്ല ഇത് അർഷാദ് അല്ലേ അർഷാദ്
ഇനി ഉച്ചക്കുള്ള ചോറ്, ചോറല്ല ബ്രെഡും ജാമും. ഓടുത്തോ നിങ്ങളുടെ തിന്നാ നമുക്കൊന്ന് ആർക്കുമാണ് തന്നെ വെള്ളിയാഴ്ച നാഗം മുറിച്ചില്ല. ട്രെയിനിൽ വേറെ പണിയൊന്നുമില്ല, നാഗം മുറിക്കുന്നു. യാത്രയിലും നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. ജദീർ വീണ്ടും അടുത്ത സാധനം ഇറക്കി. കടല ഫുഡ് കണ്ടപ്പോൾ പിന്നെയും ഓണായി. അപ്പൊ നീയെല്ലാം ഉറങ്ങുന്നുണ്ടായ ഫുഡ് കണ്ട പഠിച്ച് ജദീറിന് വീണ്ടും താങ്ക്സ്. നോർത്തിലേക്ക് വരുമ്പോഴേക്ക് മിനിമം ഏസി എടുക്കണം എന്ന് പറയുന്ന ഓർത്തൊന്നല്ല, ഞങ്ങൾ ബുക്ക് ചെയ്ത സീറ്റാണ്. ഇവിടെ ഫുൾ ആൾക്കാർ. സ്ലീപ്പറിൻ്റെ അവസ്ഥയാണ്. സ്ലീപ്പറിൻ്റെ അവസ്ഥ എന്നിട്ട് എന്ത് കാര്യം എന്ന് പറയാനില്ല. സ്ലീപ്പറാ ജനറല ഡൗട്ട് ഉണ്ടല്ലേ? യാത്രയുടെ 2ാം ദിവസം ട്രെയിൻ സ്ലീപ്പറിൽ. കഴിഞ്ഞ ദിവസം ജദീർ കൊടുന്ന പൊറോട്ടയുണ്ട്, ബ്രെഡ് ഉണ്ട്. എന്താ പൊറോട്ടക്ക് കറി എന്തിനാ? ജാമ്, പീനട്ട്. ജദീർ അടിച്ച് കയറ്റുന്നുണ്ട്. എന്നാലും ഇത് സ്ലീപ്പറാണോ ജനറലാണോ എന്ന് ഇപ്പോഴും സംശയത്തിലിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ടീമിൽ ഇത് യോറല്ല ഫുൾ ലൈൻ. സ്ലീപ്പറാണ് മോനെ, ഇത് സ്ലീപ്പർ. അവിടെ ഒരു പോലീസ് ഉണ്ട് കാണിനാ, അവിടെ ഒരു പോലീസ് ഇരുന്നിട്ടുണ്ട് കാണിനാ. ആരുമില്ല. मैं संगत तो नहीं आऊँ मैं तो मैं जैसे कपड़ा खराब है तो क्या उठेंगे यहाँ से नहीं दूर तक लगाई